ഒറ്റ നോട്ടത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? ഓക്കെ, എങ്കിൽ ഞാനിത് അടച്ചു വെക്കാം. അപ്പോൾ നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ഇതെന്താണെന്ന് ഉറപ്പായിട്ടും മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ കരിനാരങ്ങ, വടുകപ്പുളി നാരങ്ങ എന്നൊക്കെയാണ് ഇതറിയപ്പെടുന്നത്. ഇതിന് സാധാരണ നാരങ്ങയേക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ വലിപ്പം വയ്ക്കാറുണ്ട്. ഇതിൻ്റെ ഇലകൾക്ക് ഇടത്തരം വലിപ്പമേ ഉള്ളൂവെങ്കിലും ഇതിൻ്റെ ആകൃതി കുറച്ച് വ്യത്യസ്തമാണ്. ചെറുതായി മടങ്ങിയ രീതിയിലാണ് ഇതിൻ്റെ ഇലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്നായി വിളഞ്ഞ പഴങ്ങൾ മഞ്ഞ കളറിലും എന്നാൽ അധികം വിളയാത്ത പഴങ്ങൾ നമുക്ക് പച്ച കളറിലുമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന് 10 മുതൽ 20 അടി വരെ ഉയരത്തിൽ വളരാൻ സാധിക്കും. എൻ്റെ കൈ എത്തുന്ന ഉയരത്തിലുണ്ടായിരുന്ന ഒരു നാരങ്ങയാട്ടോ ഇത്. പക്ഷേ എൻ്റെ കൈ തൊട്ടപ്പോഴേ അതിങ്ങ് പറഞ്ഞു പോന്നു. ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല കേട്ടോ, ഇത് കേടാണ്. ഇതിൻ്റെ ശിഖരങ്ങളിൽ മുള്ളുകളുണ്ട്. അത് നല്ല കട്ടിയുള്ള മുള്ളുകളാണ്. നല്ല രീതിയിൽ ആ മുള്ളുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ല വേദന എടുക്കും. ഈ മരത്തിൻ്റെ മുകളിലായിട്ട് അത്യാവശ്യം നല്ലപോലെ പഴുത്ത ഒരു നാരങ്ങ നിപ്പുണ്ട്. അത് പറിച്ചെടുക്കാൻ കൈയെത്തില്ല. അതുകൊണ്ടത് ഒരു കമ്പ് വെച്ച് തല്ലിച്ചടിക്കാനുള്ള ശ്രമമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൈ വേദനിക്കുന്നുവെന്നല്ലാതെ ആ വടി കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായില്ല. ആ പഴത്തിന് താഴേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ഫോഴ്സും അതിൽ ചെന്നില്ല. അതുകൊണ്ട് നമ്മൾ പണി അറിയാവുന്ന ആളിനെ വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ നമ്മൾ തോട്ടി വെച്ചിട്ടാണ് ആ പഴം പറിക്കുന്നത്. അത് ആദ്യത്തെ ഇതിൽ തന്നെ അത് പറഞ്ഞ് താഴേക്ക് ചാടി. ഇനി നമുക്കത് താഴെ ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് എടുത്തോണ്ട് വരാം. നമ്മൾ പറഞ്ഞ പഴം തന്നെയാണ് താഴെ കിടക്കുന്നത്. നല്ല യെല്ലോ കളറിൽ മുകളിൽ നിന്ന് ആ പഴം ഇപ്പം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ദഹന തടസ്സത്തിനും വായു രോഗത്തിനും ഒക്കെ ഈ നാരങ്ങ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സാധാരണ നാരങ്ങയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് പുളി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഔഷധ ഗുണങ്ങളും കൂടുതലാണ്. ഇത് കറി വയ്ക്കാനും അച്ചാറിടാനും ഇനി നാരങ്ങാവെള്ളം ഉണ്ടാക്കണമെങ്കിൽ അതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വെളുത്ത നിറത്തിലുള്ള പൾപ്പാട്ടോ ഉള്ളത്. ഉള്ളിൽ വലിയ വിത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. പഴയ കാലത്തെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കരുനാരങ്ങ ഒരു കുടുംബ ഔഷധമായി നിലനിന്നിരുന്നു. അതിൻ്റെ തൊലി ഉണക്കി അത് നമ്മൾ ചായക്കായും ഉപയോഗിച്ചു. ഇന്ന് വളരെ അപൂർവമായി മാത്രം പഴയ തോട്ടങ്ങളിലും കാട്ടുപ്രദേശങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ചെടിയെ കണ്ടുവരുന്നത്. നമ്മുടെ വീട്ടിലും ഒരു കരിനാരങ്ങ നട്ടുകൊണ്ട് നമ്മുടെ പഴമയുടെ പച്ചപ്പും ഔഷധ ശക്തിയും നമുക്കും പുനരാവിഷ്കരിക്കാം.